ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ? എന്റെ സത്യമോളെ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? ഞാൻ അച്ഛനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു അമ്മേ. എന്റെ അടുത്തുണ്ടായിട്ടും അച്ഛാന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ അമ്മേ. അങ്ങനെയൊന്ന് വിളിക്കാൻ എനിക്ക് എത്ര കൊതിയുണ്ടായിരുന്നെന്നോ. മോളെ, നീ ഈ അമ്മയോട് ക്ഷമിക്ക്. അമ്മയുടെ സ്വാർത്ഥതയെ എല്ലാത്തിനും കാരണം മറ്റുള്ളവരുടെ വേദന കാണാതിരിക്കാനായി അമ്മ ശ്രമിച്ചപ്പോ അമ്മയുടെ ഈ മോളുടെ വേദന അമ്മ കണ്ടില്ല. അമ്മയോട് മോള് ക്ഷമിക്കണം. എങ്കി അമ്മ പറ, എന്തിനായിരുന്നു അമ്മ എന്നോട് ഈ സത്യം മറച്ചു വെച്ചത്? സത്യാമ്മ അറിഞ്ഞ എന്താ കുഴപ്പം? പറ അമ്മേ. അച്ഛനില്ലാത്ത കൊച്ചെന്ന വിളിപ്പേര് എനിക്ക് എന്തിനാ വാങ്ങിച്ചു തന്നേന്ന്? അത് അമ്മ പറഞ്ഞില്ലേ, അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയത്. മോൾക്കറിയാലോ സത്യമയുടെ സ്വഭാവം. മോളുടെ അച്ഛനും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ ഒന്നിച്ചിരിക്കുന്നതോ ഒന്നും സത്യമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. വിഷ്ണുവേട്ടനെ മോളുടെ അച്ഛനെന്നറിഞ്ഞ സത്യമ്മയുടെ മുമ്പിൽ വെച്ച് വിഷ്ണുവേട്ടനെ അച്ഛന്ന് വിളിച്ച അത് വലിയ പ്രശ്നമാവുമായിരുന്നു. അതുകൊണ്ട് പറയാതിരുന്ന ഇപ്പോഴും സത്യം അറിഞ്ഞ കുഴപ്പമോ? അതുകൊണ്ട് ഈ വിവരം നമ്മളല്ലാതെ മറ്റാരും അറിയരുതെന്ന് പറഞ്ഞത്. വിഷ്ണു അച്ഛനെ എന്റെ അച്ഛനെങ്കി അന്നപ്പോ സ്കൂളിൽ വന്നതാരാ അമ്മേ? ബൈക്കിൽ വന്നില്ലേ? എന്റെ ഒപ്പം റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? അതാരായിരുന്നു അമ്മേ? പറ അമ്മേ, അതാരായിരുന്നു? മോളുടെ അമ്മ തന്നെയായിരുന്നു. അമ്മയോ? മോളുടെ അമ്മ കെട്ടിയ അച്ഛൻ വേഷം. അമ്മ എങ്ങനെയാ? ഞാൻ അക്ഷയ്, സത്യഭാമയുടെ ഗാർഡിയനാണ്. മോൾക്ക് വേണ്ടി മോളുടെ സങ്കടം മാറ്റാൻ അച്ഛൻ വേഷം വരെ കെട്ടാൻ അമ്മ തയ്യാറായിരുന്നു. അപ്പോ അമ്മ പറയുന്നത് മോള് കേൾക്കണം. ഈ വിവരം നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. ഇല്ലമ്മേ, ഞാൻ ആരോടും പറയില്ല. എന്റെ അച്ഛന് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ലമ്മേ.